കോൺഗ്രസിൽ ചേരുമെന്ന വാർത്ത തള്ളാതെ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ പ്രേംകുമാർ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിളിച്ചെന്ന് സ്ഥിരീകരിച്ച പ്രേംകുമാർ നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ലെന്ന് പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രനും തന്നെ വിളിച്ചെന്ന് പ്രേംകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇടതിനോട് ഇടഞ്ഞു നിൽക്കുന്ന പ്രേംകുമാറിനെ കോൺഗ്രസ് പാളയത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ വിജയകരമെന്ന് സൂചിപ്പിക്കുന്ന പ്രതികരണമാണ് ഇന്നുണ്ടായത്. കോൺഗ്രസിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ലെങ്കിലും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി സംസാരിച്ചിരുന്നുവെന്ന കാര്യം പ്രേംകുമാർ സ്ഥിരീകരിക്കുകയാണ്. KCയൊക്കെ എൻ്റെ ഏറ്റവും നല്ല സൗഹൃദമുള്ള ആൾക്കാരാണ്. അത് കോൺഗ്രസിലുണ്ട്, CPM-ലുണ്ട്, എല്ലാ പാർട്ടികളിലും എനിക്ക് ഏറ്റവും നല്ല സൗഹൃദമുള്ളവരുണ്ട്. അവർ പലരും എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. അങ്ങനെ KCയും ഇടയ്ക്ക് വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. സൗഹൃദം കിട്ടുന്നു, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞാനൊരു കാര്യവും ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്ത് ജീവിക്കുന്ന ആളല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നു. അതെനിക്കറിയില്ല, എന്താണ് നാളെ സംഭവിക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പൊടുന്നനെ തന്നെ മാറ്റിയതിലെ അതൃപ്തി പരസ്യമാക്കി സർക്കാരിനെതിരെ വിമർശനമുന്നയിച്ചതിന് പിന്നാലെയാണ് പതിറ്റാണ്ടുകൾ നീണ്ട ഇടത് സഹയാത്രികനെന്ന വിശേഷണം പ്രേംകുമാർ ഉപേക്ഷിക്കുമോ എന്നുള്ള ചോദ്യം ഉയർന്നത്. ചലച്ചിത്ര അക്കാദമി സ്ഥാനത്തു നിന്നുള്ള പ്രേംകുമാറിന്റെ മാറ്റം സ്വാഭാവിക നടപടി എന്നാണ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയത്. സർക്കാരിന്റെ കീഴിലുള്ള എത്ര അക്കാദമികളിൽ ഈ സ്വാഭാവിക നടപടികൾ നടക്കുന്നു എന്നായിരുന്നു പ്രേംകുമാറിന്റെ മറുചോദ്യം. ഇടത് തുടർഭരണം പാടില്ലെന്ന് പരസ്യ വിമർശനമുന്നയിച്ച സാഹിത്യകാരൻ K സച്ചിദാനന്ദനെ സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാത്തതിനെ പ്രേംകുമാർ വിമർശിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് പ്രേംകുമാർ കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയാണ് വാഗ്ദാനം. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.